ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. അങ്ങനെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിടുവായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അവരിക്കുന്നതായ മതങ്ങൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മതങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അത് യാതൊരു സംശയമില്ല. അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് അനുസൃതത്തി വഞ്ചമായത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം എന്തോ ചില കത്തീവന്മാരൊക്കെ ഒടുക്കൊക്കെ പ്രസംഗിച്ച പൊതുവെ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് തോന്നുന്നത്. അത് സമസ്ത ജമീയത്തുൽ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗലികന്മാരൊക്കെ ഉണ്ട് പടപാടിട്ടു. അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്, ഈ സമ്മേളനം കാണിച്ചു കൊടുക്കാനാണ് മറുപടി. ബാംഗ്ലൂർ കൂടി സമ്മേളനം നടത്തിക്കൂടെ? എവിടെ നടത്തിക്കൂടെ? സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ, സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത, സമസ്തന്റെ മറ്റുള്ള നേതാക്കന്മാർ അവരുടെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ടുള്ള സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത് എവിടെ സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും, സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ സമസ്തകളുടെ ജമീയത്തുലമ കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറുള്ള മൗലവിമാര് അങ്ങനെ പലതും അവരൊക്കെ നമുക്ക് അതൊന്നും പണ്ഡിതന്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആരും എതിർത്ത് പറഞ്ഞത്. അപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാലും, ഇതിനെ ആര് തമാശയാക്കിയാലും, ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയാം. ഇത് മഹാന്മാരാവുന്നതിന്റെ മശായിഖന്മാരെ എനിക്ക് മറുപടി പറയാൻ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഈ പ്രസ്ഥാനം ദീനിന്റെ പ്രസ്ഥാനമാണ്.